لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. എല്ലാവരോടും കരുണയുള്ളവരും ഏറ്റവും വലിയ കാരുണ്യവാനുമായ അല്ലാഹ് പടച്ചവൻ മാനവരാശിയെ അതിമഹത്തായ ഒരു ലക്ഷ്യത്തിലാണ് സൃഷ്ടിക്കുന്നത്. അതായത് പടച്ചവനെ ആരാധിക്കുക. എന്നാൽ ആരാധന എന്നത് വളരെ വിശാലമായൊരു വിഷയമാണ്. ചുരുങ്ങിയ നിലയിൽ ആരാധനയെ ഇപ്രകാരം മനസ്സിലാക്കുക: പടച്ചവനോടുള്ള കടമകൾ പാലിക്കുക, പടപ്പുകളോടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുക. ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ചു, മനുഷ്യരെ ഇഹപര വിജയത്തിലേക്ക് ക്ഷണിച്ചു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് വിഷയങ്ങളെയും അങ്ങേയറ്റം സരളമായും സുന്ദരമായും സമ്പൂർണമായും പഠിപ്പിക്കുകയുണ്ടായി. ഒരു ഭാഗത്ത് ആരാധനയെ മനസ്സിലാക്കി തന്നു. പരിശുദ്ധമായ വിശ്വാസം, സമുന്നതമായ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ദിക്ർ, ദുആകൾ, ഇങ്ങനെ പടച്ചവനോടുള്ള കടമകളെ പഠിപ്പിച്ചു. മറുഭാഗത്ത് പടപ്പുകളോടുള്ള കടമകളെയും പഠിപ്പിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആരെയും അന്യായമായി ഉപദ്രവിക്കരുത്, കഴിവിൻ്റെ പരമാവധി മനസ്സ വാച കർമ്മണ സാമ്പത്തികമായി എല്ലാവരെയും സഹായിക്കണം എന്നതായിരുന്നു. പടപ്പുകളോടുള്ള ഈ കടമകളും യഥാർത്ഥത്തിൽ പടച്ചവനോടുള്ള കടമകളിൽ തന്നെ പെട്ടതാണ്. വിഷയത്തിൻ്റെ ലാളിത്യത്തിന് രണ്ടാക്കി പറഞ്ഞുവെന്ന് മാത്രം. കാരണം ഈ പടപ്പുകളോടുള്ള കടമകളും പടച്ചവൻ്റെ പൊരുത്തത്തെ കരുതിയും പടച്ചവന് പൊരുത്തമായ നിലയിൽ നിർവഹിക്കണം. അപ്പോൾ അത് മഹത്തായ ആരാധനയായി മാറും. പടപ്പുകൾക്കുള്ള സേവന സഹായങ്ങൾ അതും പല നിലയിലാണ്. അതിലേറ്റവും മനോഹരമായ ഒന്നാണ് നിലനിൽക്കുന്ന ദാനങ്ങൾ, അസ്സദഖത്തുൽ ജാരിയ. ആരെങ്കിലും പടച്ചവൻ നൽകിയതായ സമ്പത്ത് അത് പടച്ചവൻ്റെ മാർഗത്തിൽ എന്നുമെന്നും നിലനിൽക്കുന്ന നിലയിൽ ദാനം ചെയ്യുക, ഇതിനാണ് വഖഫ് എന്ന് പറയപ്പെടുന്നത്. വഖഫിൻ്റെ അർത്ഥം തന്നെ നിർത്തുക എന്നതാണ്. അതായത് പടച്ചവൻ നൽകിയ സമ്പത്ത് അത് കാലാകാലം നിലനിൽക്കുന്ന നിലയിൽ പടച്ചവൻ്റെ ഉടമാവകാശത്തിലേക്ക് തിരിച്ചു നൽകുക. അതിനുശേഷം പടച്ചവൻ അത് അപ്രകാരം നൽകിയ വ്യക്തിയുടെ ആഗ്രഹപ്രകാരം നിബന്ധന അനുസരിച്ച് അത് നോക്കാൻ ചില ആളുകളെ ഏൽപ്പിക്കുന്നതാണ്. ആരും നോക്കാനില്ലെങ്കിൽ ഭരണകൂടം അത്
ഉത്തരവാദിത്തപ്പെട്ടവരെ നോക്കാൻ ഏൽപ്പിക്കുന്നതാണ്. ഇസ്ലാമിലെ ഈ മഹത്തായ കാര്യത്തെ ഒരു ഭാഗത്ത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി പ്രേരിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് പടച്ചവൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. ഖുർആനിലെമ്പാടും കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ഈ വഖഫിന് തന്നെ കാരണമായൊരു വചനം, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് പ്രിയപ്പെട്ട സമ്പത്തിൽ നിന്നും നിങ്ങൾ ദാനം ചെയ്യുന്നത് വരെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കിയവരാകുന്നതല്ല. വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ എന്ത് ദാനം ചെയ്താലും തീർച്ചയായും അള്ളാഹു അത് അറിയുന്നുണ്ട്. ഈ ആയത്ത് അവതരിച്ചപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്ന സഹാബി പ്രവാചക സന്നിധിയിൽ ഹാജരായി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വചനം ഇറങ്ങിയിരിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങും ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കുന്ന എൻ്റെ തോട്ടമായ ബൈറുഹ ആണ്. ഞാനത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നു. ആ ദാനം ഇന്നും നിലനിൽക്കുന്നു. മസ്ജിദ് നബവിയുടെ ഉള്ളിലായി ബാബുൽ മലിക് ഫഹദ് വഴി കയറുമ്പോൾ ആ തോട്ടത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇങ്ങനെയുള്ള ദാനത്തെ പ്രേരിപ്പിക്കുകയും സ്വയം ചെയ്ത് കാണിക്കുകയും ചെയ്തു. അനുഗ്രഹീത മസ്ജിദ് നബവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തതാണ്. മഹാന്മാരായ സഹാബികൾ ഈ മേഖലയിൽ മത്സര ബുദ്ധിയോടെ മുന്നേറിയിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് ഒരു സ്ഥലത്ത് സമ്പത്ത് ലഭിച്ചു. അതിന് എന്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ തങ്ങൾ അത് വഖഫ് ചെയ്യാൻ നിർദ്ദേശിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഒരിക്കലും വിൽക്കാൻ പറ്റാത്തതായ നിലയിൽ അതിൻ്റെ വരുമാനം ജനങ്ങൾ ഉപയോഗിക്കുന്ന ശൈലിയിൽ ദാനം ചെയ്യാൻ നിർദ്ദേശിക്കുകയുണ്ടായി. തുടർന്ന് ഇങ്ങോട്ട് ഇസ്ലാമിക സമൂഹത്തിലെ വളരെ മനോഹരമായ ഒരു അധ്യായമാണ് വഖഫ് എന്നല്ല സന്തോഷത്തോടു കൂടി പറയട്ടെ. ഈ അധ്യായത്തിൻ്റെ മനോഹാരിത കണ്ട് ധാരാളം അമുസ്ലിം സഹോദരങ്ങളും വഖഫ് ചെയ്യാൻ സന്നദ്ധരായിട്ടുണ്ട്. ഇസ്ലാമിലെ അധ്യായങ്ങളെപ്പറ്റി സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് മാത്രമല്ല മുസ്ലിം സമുദായത്തിന് പോലും വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മളിൽ മാത്രം പരിമിതമായ കാര്യം. അവരിലും വലിയൊരു വിഭാഗത്തിൻ്റെ ധാരണ ദാനധർമ്മങ്ങൾ ഇത് ശരിയാകുന്നത് മസ്ജിദിൻ്റെ മിമ്പറിലും മെഹ്റാബിലും ചെലവഴിച്ചാൽ മാത്രമാണ്. പക്ഷേ വഖഫിൻ്റെ ചേതോഹരമായ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ജാതിമത വ്യത്യാസം ഇല്ലാതെ എന്ന് മാത്രമല്ല മനുഷ്യ മൃഗ പറവ വ്യത്യാസമില്ലാതെ വഖഫുകൾ ചെയ്യുമായിരുന്നു. താരീഖു ഔഖാഫി ദിമിഷ്ക്, ഡമാസ്കസിലെ വഖഫിൻ്റെ ചരിത്രത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ജനങ്ങളെല്ലാവരും വഖഫിലേക്ക് ഓടിക്കൂടിയ കാരണത്താൽ അവസാനം ജനങ്ങളെ നിയന്ത്രിക്കേണ്ടി വന്നു. അങ്ങനെ വഖഫ് മന്ത്രാലയം എന്നൊരു മന്ത്രാലയമെന്ന് സ്ഥാപിക്കുകയുണ്ടായി. ആരെങ്കിലും വഖഫ് ചെയ്യുന്നെങ്കിൽ അവിടെ വന്ന് അനുമതി ചോദിച്ച് അവർ നിർദ്ദേശിക്കുന്ന ഭാഗത്ത് വഖഫ് ചെയ്യണം. കാരണം എല്ലാവരും മസ്ജിദിനും മെഹ്റാബിനും ചെലവഴിക്കുമ്പോൾ സമ്പത്ത് ആവശ്യമില്ലാതെ അസ്ഥാനത്ത് ചെലവഴിക്കപ്പെടും, കുമിഞ്ഞുകൂടും. അതുകൊണ്ട് നിങ്ങൾ വഖഫ് ചെയ്യുന്നെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് മാത്രമേ വഖഫ് ചെയ്യാവൂ. അവിടെ അള്ളാഹുവിൻ്റെ ഒരു ദാസി വരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. വഖഫ്
ഇത് വലിയ രാജാക്കന്മാരും അതുപോലെ വലിയ പണക്കാരും ചെയ്ത കാര്യമാണ് എന്നും ഒരു വെപ്പുണ്ട്. സാധുക്കളായ ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. രാജാക്കന്മാരും സമ്പന്നരും പങ്കെടുക്കുന്നെങ്കിലും അവരുടെ സമ്പത്തിൽ മാത്രമേ വഖഫ് ചെയ്യാൻ അവർക്ക് അവകാശമുള്ളൂ. അങ്ങനെ ഒരു സഹോദരി കടന്നു വരികയാണ്. അവർ മന്ത്രാലയത്തിൽ വന്ന് പറഞ്ഞു, പടച്ചവൻ എനിക്ക് കുറച്ച് സമ്പത്ത് നൽകി, എൻ്റെ മരണാനന്തരം അത് നിലനിൽക്കുന്നൊരു ദാനമായി വഖഫ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്നത്തെ ആ മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്ന ഒരു മഹാപണ്ഡിതൻ കൂടിയായിരുന്ന അല്ലാമ മിസ്സി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സഹോദരി, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള മസ്ജിദ്, മദ്രസ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിരിക്കുകയാണ്. എത്ര കിട്ടിയാലും മതിയാകാത്ത, വീണ്ടും വീണ്ടും ഇരിവുകളുമായി നടക്കുന്ന മസ്ജിദ് മദ്രസ ഭാരവാഹികളും ഈ വചനത്തിൽ ചിന്തിക്കേണ്ടതാണ്. സഹോദരി, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ ഇവിടെ മസ്ജിദുകൾക്ക് അല്ലെങ്കിൽ മദ്രസകൾക്ക് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമില്ല. ജാതിമത വ്യത്യാസമില്ലാതെ മറ്റ് ജനങ്ങൾക്കും ചെലവഴിക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ല. അത് പൂർണ്ണമാണ്. സുബ്ഹാനല്ലാഹ്. മൃഗങ്ങൾക്ക് ചെലവഴിക്കാനുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി, പറവകൾക്കും ചെലവഴിക്കാനുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി. പിന്നെ എൻ്റെ പക്കൽ ഒരു സ്ഥാനമുണ്ട്. യൂറോപ്പിൽ തണുപ്പും ചൂടും കഠിനമാകുമ്പോൾ അവിടെ നിന്നും പറവകൾ സിറിയയിലേക്ക് വന്ന് ഷാം പ്രദേശത്ത് വന്ന് 4 മാസം കഴിച്ചു കൂട്ടാറുണ്ട്. ആ പറവകൾക്ക് വെള്ളം കൊടുക്കാനും ആഹാരം നൽകാനും കൂടുവെക്കാനും, അതിന് രോഗം വല്ലതും വന്നാൽ ചികിത്സിക്കാനും. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിക സംസ്കാരം വസന്തമായപ്പോൾ ലോകത്തുണ്ടായ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് ചിന്തിക്കും. ആധുനിക യുഗത്തിൽ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത മനോഹരമായ ദൃശ്യങ്ങളെന്ന് സംജാതമായി. ആ പറവകൾക്ക് ആഹാരത്തിന്, വെള്ളത്തിന്, കിടക്കുന്നതിന്, വിശ്രമിക്കുന്നതിന്, രോഗം വല്ലതും വന്നാൽ ചികിത്സിക്കുന്നതിന് അങ്ങയുടെ ഈ സമ്പത്ത് ചെലവഴിച്ചാൽ വളരെ നന്നായിരിക്കും. മതി പണ്ഡിത, മതി, ഞാനതിൽ സംതൃപ്തയാണ്. ആ സഹോദരി പോയി. അതിലെ മറ്റൊരു സംഭവം ഇപ്രകാരം പറയപ്പെടുന്നു. പടച്ചവൻ്റെ അനുഗ്രഹത്താൽ വഖഫിൻ്റെ സമ്പത്ത് ധാരാളമായി ലഭിച്ചിരിക്കുന്നു. അത് നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞു. എന്നാൽ അടുത്തൊരു പ്രദേശത്ത് മഴവെള്ളം വന്നാൽ വീടുകളിൽ മഴവെള്ളം കയറുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നു. അതുകൊണ്ട് അവിടെ റോഡുകൾ നിർമ്മിച്ച് അതിന് നല്ല കനാലുകൾ നിർമ്മിച്ച് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഏർപ്പാട് ചെയ്യുന്നതിന് വഖഫ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആളുകൾ ഓടി വരുന്നു, അതിനുവേണ്ടി സമ്പത്ത് കൊടുക്കുന്നു, വഖഫ് നടക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ വഖഫിൻ്റെ മനോഹരമായ ചിത്രം. അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം അമുസ്ലിം ഭരണാധികാരികളുടെ വ്യത്യാസമില്ലാതെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു, ഭരണകൂടങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. കാരണം അത് മുഴുവൻ സമൂഹത്തിൻ്റെയും മാനവരാശിയുടെയും മുഴുവൻ സൃഷ്ടികളുടെയും സമ്പത്താണ്, സ്വത്താണ്. അവർക്ക് പ്രയോജനപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്ത്യ മഹാരാജ്യം ഇതിന് ഈ നന്മയിൽ വളരെ മുമ്പിലാണ്. ഒരു ഭാഗത്തിവിടെ സഹോദരി സഹോദരന്മാർ ധാരാളമായി വഖഫ് ചെയ്തു. അതിലവർ മത്സരിക്കുമായിരുന്നു. ഇവിടെ മാത്രമല്ല, ലോകമെമ്പാടും ചെയ്യുമായിരുന്നു. ഹൈദരാബാദിൽ നിന്നും സൗലത്ത് ബീഗം എന്നൊരു സ്ത്രീ മക്ക മുക്കറമയിൽ ഹജ്ജിന് വേണ്ടി പോകുന്നു. അവരുടെ കൂട്ടത്തിൽ കുറച്ച് സമ്പത്ത് അവരെടുക്കുന്നു. അവർക്ക് മക്കളില്ല. അവർ പറയുന്നു, മക്കത്ത് ചെന്ന് പടച്ചവനെ കുറച്ച് സമ്പത്ത് നൽകിയിട്ടുണ്ട്, സന്താനങ്ങൾ നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ സമ്പത്ത് നിലനിൽക്കുന്ന ദാനമായി എവിടെയെങ്കിലും ഏൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പണ്ഡിതർ ചൂണ്ടിക്കാണിച്ചു, നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഹിജ്റ ചെയ്ത് പലായനം ചെയ്ത് വന്ന
ഹാജി ഇംദാറുല്ലാ മുഹാജിർ മക്കി, അല്ലാമ റഹ്മത്തുല്ലാ കീലാനബി ഇവരതാ മസ്ജിദുൽ ഹറാമിൻ്റെ മൂലയിൽ ഇരിക്കുന്നു. അവരെ ഏൽപ്പിക്കും. ആ സഹോദരി അത് ഏൽപ്പിച്ചു. അവർ മസ്ജിദുൽ ഹറാമിൻ്റെ മുറ്റത്ത് തന്നെ ഒരു മദ്രസ സ്ഥാപിച്ചു. ആ മദ്രസയ്ക്ക് മദ്രസ ഇംദാദിയ എന്നും മദ്രസ റഹ്മത്തുള്ള എന്നും പേര് വെക്കാൻ അവകാശമുണ്ടായിരുന്നിട്ടും അവർ ആ മദ്രസയ്ക്ക് പേര് വെച്ചു അൽ മദ്രസത്തു സൗലത്തിയ. ഇന്നും മസ്ജിദുൽ ഹറാമിൽ അത് വിജ്ഞാനത്തിൻ്റെ അരുവികൾ ഒഴുക്കിക്കൊണ്ട് നിലകൊള്ളുന്നു. മസ്ജിദുൽ ഹറാമിലെ ഇമാമുകളടക്കം സൗദി ഭരണാധികാരികളടക്കമുള്ള വലിയ വലിയ ആളുകൾ ഈ സ്ഥാപനത്തിലാണ് പഠിച്ചിട്ടുള്ളത്. നമ്മളുടെ നാട്ടിൽ ഒരു സഹോദരി മരണത്തിലേക്ക് നീങ്ങുന്നു. അവർക്ക് നൽകിയ സമ്പത്ത് അവർ ഒരു മസ്ജിദിനും മദ്രസയ്ക്കും ചെലവഴിക്കുന്നു. മസ്ജിദ് ആയിഷ പള്ളി എന്ന പേരിൽ ഒരു മനോഹരമായ മസ്ജിദും മദ്രസയും നിലകൊള്ളുന്നു. അവിടെ വൈജ്ഞാനിക, സാംസ്കാരിക, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം എല്ലാ നന്മകളിലും മുന്നിട്ടതുപോലെ പടച്ചവൻ എന്നും അങ്ങനെ മുന്നിടിച്ച് നിർത്തുമാറാകട്ടെ. ഈ വിഷയത്തിൽ വളരെ മുന്നിലാണ്. ഓരോ സംസ്ഥാനങ്ങളിലെയും വഖഫ് സ്വത്തുക്കളുടെ ചരിത്രം തന്നെ അങ്ങേയറ്റം ചേതോഹരമാണ്. മസ്ജിദ് നബവിയിലൊരു ഗ്രന്ഥം കണ്ടു. കശ്മീരിലെ വഖഫുകൾ, കശ്മീരിൻ്റെ 1/3 ഭാഗം വഖഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതും ഒരിക്കൽ കൂടി പറയുന്നു. ഇന്ന് ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അത് മാറ്റാൻ വേണ്ടി ഇത് ഏതെങ്കിലും ഭരണാധികാരികളോ അല്ലെങ്കിൽ വലിയ പണക്കാരോ ചെയ്തതല്ല. ഭരണാധികാരികൾ ചെയ്തിരുന്നു, പണക്കാർ ചെയ്തിരുന്നു. അവരുടെ സമ്പത്തിൽ നിന്നും അതുപോലെ സാധുക്കളായ ആളുകളും ചെയ്ത വഖഫ് സ്വത്തുക്കളാണിത്. കേരളത്തിൽ എത്രയോ സ്ഥലത്ത് വലത്തോട്ട് തിരിഞ്ഞ് നോക്കിയത് വഖഫ്, ഇടത്തോട്ട് തിരിഞ്ഞ് നോക്കിയത് വഖഫ്, മുമ്പിലേക്ക് നോക്കിയത് വഖഫ്, പിന്നിലേക്ക് നോക്കിയത് വഖഫ്. ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പടച്ചവൻ്റെ ദാസന്മാർ വഖഫ് ചെയ്ത സമ്പത്ത് അത് നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കണമെന്നുള്ളത്. കാരണം പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരതിൽ കുറച്ച് കുഴപ്പങ്ങൾ കാണിച്ചു. പക്ഷെ അവസാനം അവരും സമ്മതിച്ചു. എങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹത്തുക്കൾ വഖഫ് സ്വത്ത് സംരക്ഷിക്കണമെന്ന് പ്രത്യേകം പറയുകയും സ്വാതന്ത്ര്യ സമര സേനാനികൾ മഹാത്മാഗാന്ധി, മോത്തിലാൽ നെഹ്റു ഇവരെല്ലാവരും ഈ കാര്യം പ്രത്യേകം സമ്മതിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ അക്കാദമി പ്രസിദ്ധീകരിച്ച മൗലാന സയ്യിദ് അർഷദ് മദനിയുടെ മദനി ലേഖന പ്രഭാഷണങ്ങളിൽ മഹാനവറുകൾ വളരെ വിശദമായി ഈ കാര്യം വിവരിക്കുന്നുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ അവർ തന്നെയായിരുന്നു അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. അവർ പ്രമേയത്തിലൂടെ പറഞ്ഞു, മുസ്ലിം സഹോദരങ്ങൾ സമാധാനപ്പെട്ടിരിക്കണം. അവരുടെ മതപരമായ കാര്യങ്ങളും മുഴുവൻ സമ്പത്തുകളും പ്രത്യേകിച്ചും വഖഫ് സ്വത്തുക്കൾ, മസ്ജിദുകൾ, മദ്രസകൾ, അതുപോലെ തന്നെ ഖബർസ്ഥാനുകൾ, മുഴുവൻ സമ്പത്തും സംരക്ഷിക്കപ്പെടുന്നതാണ്. അവസാനം ഇന്ത്യ സ്വതന്ത്രമായി ആ മഹത്തായ ഭരണഘടന നിലവിൽ വന്നു. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ഓരോരുത്തർക്കും മതപരമായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അവരവരുടെ മതകാര്യങ്ങൾ പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും അനുവാദമുണ്ടാകുന്നതാണ്. ഇത്തരം കാര്യങ്ങൾക്ക് ഭരണഘടന സംരക്ഷണം നൽകുകയും ചെയ്തു. മാത്രമല്ല, കൂടാതെ രാജ്യത്തിൻ്റെ സമുന്നത കേന്ദ്രമായ പാർലമെൻറ്റിൽ വർഷങ്ങളോളം അംഗങ്ങൾ ചർച്ചകൾ നടത്തി അവസാനം 1995 തമ്മിൽ ഭേദപ്പെട്ട ഒരു വഖഫ് ആക്ട് പാസ്സാക്കപ്പെടുകയുണ്ടായി. ഓൾ ഇന്ത്യ മുസ്ലിം പെൻഷൻ ലോ ബോർഡിൻ്റെ പണ്ഡിതന്മാരുടെ
പ്രത്യേകിച്ചും മർഹൂം മൗലാന സയ്യിദ് മുഹമ്മദ് വലി റഹ്മാനിയുടെ നേതൃത്വത്തിലുള്ള മഹാത്മാക്കളുടെ പരിശ്രമം കാരണം അതിൽ ന്യായമായ കുറേ ഭേദഗതികൾ വരുത്തി അവസാനം അത് പാസ്സാക്കപ്പെട്ടു. ചുരുക്കത്തിൽ ഒരു ഭാഗത്ത് മതപരമായ നിലയിൽ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുകയാണ്, മറുഭാഗത്ത് രാജ്യത്ത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുകയാണ്. എന്നിട്ടും ഈ വഖഫ് സ്വത്തുക്കളിൽ ധാരാളം മറിമായങ്ങളും തിരിമറികളും അക്രമങ്ങളും ഓരോ കാലഘട്ടത്തിലും നടന്നിരുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ വിഷയം പ്രത്യേകം പറയുകയും ചെയ്തത്. ഇന്ന് തുറന്നു പറയുന്നു, സമുദായത്തിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും വഖഫ് സ്വത്തുക്കൾ കയ്യേറുന്ന പ്രവർത്തനം നിരന്തരം തുടരുകയാണ്. പക്ഷെ അത് നടത്തുന്നത് കൃത്രിമമായിട്ട് പിൻവാതിലുകളിലൂടെ തിരിമറികളും മറിമായങ്ങളും നടത്തിക്കൊണ്ടാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് നിരന്തരം ന്യൂനപക്ഷങ്ങളെ വിവിധ വിഷയങ്ങളിൽ വേട്ടയാടി മുത്തലാഖ് പ്രശ്നം, NRC, CAA പ്രശ്നം, കശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കൽ പ്രശ്നം, അവരവസാനമായി ഇപ്പോൾ വഖഫ് സ്വത്തിലേക്കും കടന്നിരിക്കുകയാണ്. പ്രത്യേകം ഒരു ബില്ല് കൊണ്ടുവന്ന് അതിൽ 40 വഖഫ് നിയമത്തിൽ 40 ഭേദഗതികൾ വരുത്തിയിരിക്കുന്നു. ഒന്നാമതായി അവരുടെ ഇന്ന് വരെയുള്ള പെരുമാറ്റങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മോശമാണ് എന്ന് അല്പമെങ്കിലും ബുദ്ധിയും ബോധവുമുള്ളവർക്ക് മനസ്സിലാകും. പിന്നെ ബാഹ്യമായി വലിയ വാചകങ്ങളും പ്രചാരണ പ്രവർത്തനങ്ങളും നടത്തുന്നു. അതവരുടെ ഒരു നാവിൻ്റെ മികവല്ലാതെ മറ്റൊന്നുമല്ല. ഈ വഖഫ് ഭേദഗതി ബില്ലിൻ്റെ ലക്ഷ്യം ഇത്രമാത്രമാണ്. ഇന്ന് വരെയും നടന്നിട്ടുള്ള കള്ളത്തരങ്ങളും കൊള്ളകളും അത് ഇന്ന് വരെയും രാത്രിയുടെ ഇരുളുകളിലും അതുപോലെ പിൻവാതിലുകളിൽ കൂടിയും തിരിമറികളും മറിമായങ്ങളും നടത്തിക്കൊണ്ടും നാണക്കേട് സഹിച്ചുകൊണ്ടുമാണ് നടത്തിയിരുന്നത്. അത് ഇനി മുതൽ പരസ്യമായും ധീരതയോടെയും ഭരണകൂടത്തിൻ്റെ തണലോടെയും ആശീർവാദത്തോടെയും നിയമത്തിൻ്റെ ബാഹ്യമായ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടും നടത്തുക. ഇത് മാത്രമാണ് ഈ പുതിയ ബില്ലിൻ്റെ ആകത്തുക. രാജ്യത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കപ്പെടേണ്ട അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട ധാരാളം പ്രശ്നങ്ങളുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പോലും കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു, ലക്ഷങ്ങൾ കടന്നു. തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നു. സമ്പന്നരുടെയും ദരിദ്രരുടെയും ഇടയിലുള്ള വിടവ് വളരെ വലുതായിരിക്കുന്നു. അക്രമങ്ങളും അനീതികളും കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരുവന് വട്ടിളകിയാൽ മതി, ഒരു പ്രദേശം മുഴുവനും ചാമ്പലാകും. ഹരിയാനയിൽ ഒരാൾക്ക് ഭ്രാന്തളകി, നൂഹ് എന്ന് പറയുന്ന പൗരാണികമായ ഒരു പ്രദേശം മുഴുവനും തീവച്ച് നശിപ്പിച്ചു. അങ്ങനെ അക്രമങ്ങൾ കാണിക്കുമ്പോൾ ആരെങ്കിലും ന്യായമായി അതിനെ എതിർത്താൽ ഉടനെ ബുൾഡോസറുമായി വന്ന് അവരുടെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കുന്നു. തൊട്ടടുത്ത് മറ്റുള്ളവരുടെ കെട്ടിടങ്ങൾ അതിനെ തൊടുന്നില്ല. അതേസമയം ന്യൂനപക്ഷത്തിൻ്റെ വീടുകളും കെട്ടിടങ്ങളും എന്നല്ല മസ്ജിദുകളും മദ്രസകളും കണ്ടുപിടിച്ച് തകർക്കപ്പെടുന്നു. ഇങ്ങനെ രാജ്യത്ത് വൻ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സമയമില്ല. ഈ സമയത്താണ് പാർലമെൻറ്റിൻ്റെ എന്നല്ല മുഴുവൻ ജനങ്ങളുടെയും പത്രമാസികരുടെയും എത്രയോ സമ്പത്തും ആരോഗ്യവും കഴിവും ശേഷിയും ചെലവഴിച്ച് അക്രമങ്ങൾക്കുള്ള വഴിയൊരുക്കി കൊടുക്കുന്നത്. പിന്നെ ഒരു ചോദ്യം ഇവർ സാധാരണ ഉന്നയിക്കാറുണ്ട്, പിന്നെ സമുദായത്തിൽ നടക്കുന്ന അക്രമങ്ങൾ എങ്ങനെ നിർത്തണം? അതിന് സമുദായത്തെ നിങ്ങൾ വിശ്വസിച്ച് അവരിൽപ്പെട്ട നേതൃത്വവുമായി നിങ്ങൾ ബന്ധപ്പെടണം. മുത്തലാഖിനെ നിരോധിക്കാതെ നിങ്ങൾ ഇറങ്ങി. എന്ത് നടന്നു? ഒരു സിവിൽ നിയമത്തെ ക്രിമിനൽ നിയമമായിട്ട് മാറ്റുകയുണ്ടായി. എന്നിട്ട് പ്രധാനമന്ത്രി പ്രസംഗിച്ചു നടക്കുകയാണ്, ഞാൻ മുസ്ലിം സ്ത്രീകളോട് വലിയ ഉപകാരം ചെയ്തു. ബിൽക്കീസ് ബാനുവിനോടാണ് നിങ്ങൾ ഉപകാരം ചെയ്യേണ്ടത്. ഗർഭിണിയെ കുത്തിക്കൊന്നതായ കശ്മീരന്മാരെ പിടിച്ചു നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ നീതി കാണിക്കേണ്ടത്.
അല്ലാതെ നൂറ്റാണ്ടുകളായി ആചരിക്കുന്ന ഒരു നിയമത്തെ തകിടം മറിച്ചുകൊണ്ടല്ല. പിന്നെ ചോദ്യം അക്രമമാറ്റണമെങ്കിൽ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലിരിക്കും, അവർ പറഞ്ഞു തരും, മുത്തലാഖ് നിർത്തലാക്കാൻ നല്ല വഴിയുണ്ട്, നിങ്ങൾ ഫൈൻ വയ്ക്കും. ആരെങ്കിലും മുത്തലാഖ് ചെയ്ത് നടത്തിയാൽ അവർക്ക് ഫൈൻ കൊടുക്കും. ഒരാളെ ഇവിടെ മുത്തലാഖ് നടത്തേയുള്ളൂ, പിന്നെ അതിനോടുകൂടി നിന്നു പോകും. ഇതുപോലെ സമുദായത്തെ വിശ്വാസത്തിലെടുക്കുന്നു. സബ്കെ സാത്ത് സബ്കെ വിശ്വാസ് എന്നെല്ലാം പ്രസംഗത്തിൽ പറയുന്ന സഹോദരങ്ങൾ, പക്ഷേ ഇത് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരാത്തത് ഖേദകരമാണ്. വഖഫ് ഒരു ഇസ്ലാമിക നിയമം, വ്യക്തി നിയമം, ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന നിയമം. അതിലെന്തെങ്കിലും നിയമങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റെ സംരക്ഷണത്തിന് നമുക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അത് പണ്ഡിതന്മാരുമായി കൂടിയാലോചിക്കുന്നു. സമുദായത്തിൽ നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. അവരുടെ വികാരങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ചുരുക്കത്തിൽ ഈ വന്നിരിക്കുന്ന ബില്ല് അങ്ങേയറ്റം അപകടകരമാണ്, നാശകരമാണ്. ഈ അപകടം ഇത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, മുഴുവൻ ജനങ്ങൾക്കുമുള്ള അപകടമാണ്. ഈ വിശദീകരണത്തെ മനസ്സിലായി കാണും. എല്ലാവർക്കും പ്രയോജനപ്പെടേണ്ട സമ്പത്താണ് ഈ രീതിയിൽ കള്ളന്മാർക്കും അക്രമികൾക്കും കൈകാര്യം ചെയ്യുന്നതിലേക്ക് വഴിവെച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തെ വലിയൊരു ഗുരുതരമായ പ്രത്യാഘാതം മനസ്സിലാക്കി ആർത്തി പണ്ടാരം ഇത് എന്ത് കിട്ടിയാലും മതിയാവുകയില്ല. ഇന്ന് മുസ്ലിം സമ്പത്തിലേക്ക് കണ്ണുവെക്കുന്നു. ക്രൈസ്തവ സഹോദരങ്ങൾ മനസ്സിലാക്കി നാളെ നിങ്ങളുടെ സമ്പത്തിലും കണ്ണുവെക്കും എന്നല്ല തുറന്നു പറയേണ്ട. ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ സേവിക്കുന്നു എന്നൊരു ദുനിയാണ് ഇവിടെ നടത്തപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ സമ്പത്തും നാളെ കൈയടക്കും. കാരണം ഈ ആർത്തി, ഒന്നും ചെയ്യാതെ വല്ലവൻ്റെ തിന്നുകൊണ്ടിരിക്കാനുള്ളതായ ചിന്താഗതി, ഇത് എവിടെയും നിൽക്കുകയില്ല. തീയിനെ തിന്നുന്നത് പോലെ അവസാനം സർവ്വതിനെയും നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെതിരെ നിലനിൽക്കേണ്ടത്, ശബ്ദമുയർത്തേണ്ടത് എല്ലാവരുടെയും കടമയാണ്. പ്രത്യേകിച്ചും ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളുടെ വികാരത്തിന് വലിയ സ്ഥാനമുണ്ട്. ആ വികാരത്തിൻ്റെ അരയുര കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഭരണകൂടം കെട്ടിയതിനെ നിലകൊള്ളുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും നീതിയെയും, ഭൂരിഭാഗം ജനങ്ങൾ നീതിയെയും ന്യായത്തെയും സ്നേഹത്തെയും സഹാനുഭൂതിയെയും സ്നേഹിക്കുന്നു എന്നതിന് തെളിവാണ് ഈ അടുത്ത സമയത്ത് നടന്നതായ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് അവർ നമ്മളോട് പറയുന്നു, നിങ്ങൾ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശ്രമം ഈ ബില്ല് തന്നെ ഗവൺമെൻറ് പിൻവലിക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? അവർ പിൻവലിക്കുന്നതുവരെയും പരിശ്രമിക്കും. അതിലാദ്യത്തെ പരിശ്രമം എന്നോണം പറയുന്നതായ കാര്യം, നമ്മളുടെ പ്രതിഷേധം ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ നിലയുറപ്പിച്ചതിൻ്റെ പേരിൽ JPC ജോയിൻ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ ഈ ബില്ലിനെ പറ്റി പഠിക്കുന്നതിന് ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റി ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറയുന്നു, ഓരോ സ്ഥാപനങ്ങളും ഓരോ സംഘടനകളും അവരവരുടെ ഭാഗത്തു നിന്നും കത്ത് വഴിയോ ഇമെയിൽ വഴിയോ JPCക്ക് അവരുടെ പ്രതിഷേധം ഈ ബില്ലിനോടുള്ള എതിർപ്പ് അറിയിക്കണം. അതുപോലെ ഓരോ വ്യക്തികളും അറിയിക്കണം. അതിന് ഒരു QR കോഡും ലളിതമായൊരു ലിങ്കും പേഴ്സണൽ ബോർഡ് ഇറക്കിയിട്ടുണ്ട്. അതിൽ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ പ്രതിഷേധം, ഇതിനുള്ള എതിർപ്പ് നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കും. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ മാത്രമല്ല, ഈ രാജ്യത്തെ സേവിക്കാനുള്ള, ഈ രാജ്യത്തിന് ഗുണം ചെയ്ത മഹാത്മാക്കളെ സേവിക്കാനുള്ള, എല്ലാവർക്കും ഗുണപ്പെടുന്ന ദാനധർമ്മം ചെയ്ത സുമനസ്സുകളെ സേവിക്കാനുള്ള സുവർണാവസരമാണ്. മാത്രമല്ല അടുത്ത തലമുറയെ സേവിക്കാനുള്ള, അക്രമികളെ പിടിച്ചു നിർത്തുന്നത് അടുത്ത തലമുറയോടുള്ള സ്നേഹം കൂടിയാണ്, സേവനം കൂടിയാണ്. സുവർണാവസരമാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കും. തുടർന്നും ഈ വിഷയത്തിൽ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതിന് ഉൾക്കൊള്ളുകയും ചെയ്യും. എല്ലാത്തിനും ഉപരിയായി കാരുണ്യവാനായ പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. പടച്ചവൻ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ നന്നാക്കുമാറാകട്ടെ, ലോകത്തിന് മുഴുവൻ അവസ്ഥകൾ നന്നാക്കുമാറാകട്ടെ, വഖഫ് ചെയ്ത മുഴുവൻ മഹാത്മാക്കൾക്കും ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തപ്പെടുന്ന പരിശ്രമങ്ങളെ പടച്ചവൻ സഫലവും ശക്തവും ഫലപ്രദവുമാക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരും ഈ ഇമെയിൽ അയക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കണം. നാളെ വെള്ളിയാഴ്ചയാണ്, ഒരു സുവർണാവസരമാണ്. ആരും അത് പാഴാക്കാതെ ജുമാ നമസ്കാരത്തിന് മുമ്പ് ശേഷവും ഒരു ബെഞ്ച് നമ്മളുടെ മസ്ജിദുകൾക്ക് മുമ്പിൽ വെച്ച്
ആളുകൾ മൊബൈൽ മേടിച്ച് ഇമെയിൽ അയക്കുന്ന ആ പ്രവർത്തനം നടത്തണം. പള്ളികളുടെ മുമ്പിൽ ഈ QR കോഡും മറ്റും അത് നമ്മൾ പതിച്ചു വെക്കണം, പൊതുസ്ഥലങ്ങളിലും വെക്കണം. ഈ പറയപ്പെട്ട കാര്യങ്ങൾ അമുസ്ലിം സഹോദരങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെക്കൊണ്ടും പ്രതിഷേധം രേഖപ്പെടുത്തണം. പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവരെയും പടച്ചവൻ്റെ അനുഗ്രഹ ഐശ്വര്യങ്ങൾ കൊണ്ട് പൊതിയട്ടെ.